ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കും എനിക്ക് ചേട്ടനാ സാരി കൊടുത്തു തന്നതെന്ന്. ഇത് ചുമ്മാ ഷോ ആണ് കേട്ടോ. എനിക്ക് അപ്പുറത്തോട്ടുള്ള ലതയാൻ്റെയാണ് സാരിയൊക്കെ കൊടുത്തു തന്നത്. എനിക്ക് പൊതുവേ സാരി ഒന്നും കൊടുക്കാൻ തീരെ അറിയില്ല. ഞാൻ എപ്പോൾ കൊടുത്താലും തെറ്റിപ്പോവും. ഞാൻ ഈ കെട്ടിയൊരുങ്ങി എങ്ങോട്ടാണെന്നല്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, അതിൽ കൂടാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, കൊള്ളാവോ ചേട്ടാ? പിന്നെ ഞങ്ങൾ സുന്ദരി സുന്ദരനായെന്ന് നോക്കാൻ വേണ്ടി കുറേ സെൽഫിയൊക്കെ എടുത്ത് കൊള്ളാമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് എൻ്റെ വയറ്റിലൊരു കുഞ്ഞാവുള്ള കാര്യം ഞങ്ങൾ അറിയുന്നില്ല. പിന്നീടാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ഞങ്ങളാണ് നേരത്തെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങണ്ടെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലൊക്കെ എത്തി. ഇതാണ് ചെറുക്കനും പെണ്ണും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ പേര് സദ്യ കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ കുറച്ച് ഫോട്ടോ ഒന്ന് എടുത്തു തരുമെന്ന്. പക്ഷേ ചേട്ടൻ എന്തോ എൻ്റെ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞ് ചേട്ടൻ എന്നെ പറ്റിച്ചു ഗൈസ്. പിന്നെന്താ, നമുക്ക് കല്യാണം കഴിഞ്ഞു, നമുക്കിനി അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലോട്ട് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ വെച്ചും ചേട്ടൻ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്ന്. നല്ല ഫോട്ടോസൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും പിന്നീട് നോക്കാം. പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ എന്തോ ചെയ്തു, സദ്യ കഴിക്കാനായിട്ട് പോയി. നമുക്ക് എവിടെ ചെന്നാലും കല്യാണം കഴിഞ്ഞ ഉടനെ സദ്യ കഴിക്കണ്ടേ. ഞാൻ സത്യം പറഞ്ഞാൽ സദ്യ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. ഭയങ്കര തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടനെ എൻ്റെ പരിചയക്കാരെയൊക്കെ പരിചയപ്പെടുത്തിയായിരുന്നു. പിന്നെ അവരോടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ടിരുന്നു. കറികളൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ പപ്പടവും അച്ചാറും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എനിക്ക് അച്ചാറെന്ന് വെച്ചാൽ എൻ്റെ ജീവൻ്റെ ജീവനാണ്. പക്ഷേ എല്ലാവരും പറയും അങ്ങനെ കഴിക്കരുത്, അസുഖം വരുമെന്നൊക്കെ. പക്ഷേ എന്നാലും ഞാൻ കഴിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നും എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ ഞങ്ങൾ ചോറിനായിട്ട് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ചോറ് വന്നു. അങ്ങനെ ചോറും പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടിക്കുഴച്ച് നല്ലപോലെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു സദ്യ കഴിക്കാൻ പറ്റി കുറേ നാളുകൾക്ക് ശേഷം. പിന്നെ സാമ്പാറും കൂട്ടി കഴിച്ചു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ പായസം വന്നു. കടലപ്പായസം ഉണ്ടായിരുന്നു, പ്രഥമനും ഉണ്ടായിരുന്നു. വെർമസലിയാണ് എൻ്റെ ഫേവറേറ്റ് പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചേട്ടനോട് ചോദിക്കുകയാണ് കൂട്ടത്തിലെ കൊമ്പൻ എവിടെയെന്ന്. അങ്ങനെ വെർമസലി പായസവും ബോളിയും വന്നു. തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ നമുക്ക് സദ്യയിലൂടെ ബോളി കിട്ടാറുണ്ട്. എന്നാൽ കൊല്ലത്തുള്ള ഇപ്പോൾ ഉള്ള മിക്ക കല്യാണങ്ങൾക്ക് നമുക്ക് ബോളിയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് എൻ്റെ മാമൻ്റെ വീട്. അവിടെ കയറി എല്ലാവരെയും കണ്ടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. വെയിലത്ത് നിന്ന് കയറിയോണ്ട് മാമി നല്ല തണുത്ത നാരങ്ങ ഉണ്ടാക്കി തന്നു. അതൊക്കെ കുടിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു 10 പേരെങ്കിലും എസ് എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, ബൈ. ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കും എനിക്ക് ചേട്ടനാ